അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പൂരി, ചപ്പാത്തി, അപ്പം അങ്ങനെയുള്ള സാധനങ്ങൾക്ക് പറ്റുന്ന ഒരു ഉരുളക്കിഴങ്ങ് കറി. അതാണ് ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് വെച്ചാൽ. അപ്പോൾ നമ്മൾ നേരത്തെ തന്നെ നമ്മുടെ പാനൊക്കെ ചൂടാക്കി വെച്ചിട്ടുണ്ട്. അധികം സമയമൊന്നും കളയാതിരിക്കാൻ വേണ്ടി നമ്മൾ പാനൊക്കെ ചൂടാക്കി നമ്മുടെ കുക്കിംഗ് ഓയിലാണ് ഒഴിച്ചിരിക്കുന്നത്. ഇതൊരു 1.5 ടേബിൾ സ്പൂണോളം കുക്കിംഗ് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ജീരകമാണ് ഇടുന്നത്. ഇതൊരു 1/4 ടീസ്പൂണോളം ജീരകം നമുക്ക് ഇട്ട് കൊടുക്കാം. ആദ്യത്തെ നമ്മുടെ പരിപാടി നമ്മൾ ജീരകം ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ചെറിയ കൊത്തി അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഉള്ളി, സവാള ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. കാര്യം ഇത് നീളത്തിൽ അരിഞ്ഞാൽ നമുക്ക് നമ്മുടെ ആ ഒരു ഈ സംഭവം കറിയുടെ ആ ഒരു ടെക്സ്ചർ കിട്ടത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ കൊത്തി അരിഞ്ഞ് വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കതൊന്ന് ഇത് ഗോൾഡൻ ബ്രൗൺ ആവണ്ട, ജസ്റ്റ് ഒന്ന് വെന്ത് കിട്ടിയാൽ മതി. നമ്മൾ മീഡിയം തീയിൽ നമുക്ക് ഇതൊന്ന് റെഡിയാക്കി ഇളക്കി ഒന്ന് റെഡിയാക്കി എടുക്കുക. അപ്പോഴേ ആ ഒരു സമയത്ത് മറ്റൊരു കാര്യം പറയാനുള്ള, നമ്മൾ ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ കാശ്മീരി മുളക് പൊടിയും ഈ നമ്മുടെ വെളുത്തുള്ളിയും കൂടെ എടുത്തിരിക്കുന്നതാണ്. വെള്ളത്തിൽ ചാലിച്ചെടുത്തിരിക്കുക. അപ്പോൾ വെളുത്തുള്ളി ഏകദേശം ഒരു 10-നും 13-നും 13 അല്ലി നമ്മൾ എടുത്തിട്ടുണ്ട്. അത് ചതച്ചെടുത്തിട്ടുണ്ട്. ഇതിപ്പോ നമ്മുടെ കാശ്മീരി മുളക് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് നമുക്ക് വെള്ളത്തിൽ ഇട്ട് കുതിർത്തിട്ട് അരച്ചാണേലും എടുക്കാം, അല്ലെങ്കിൽ മുളക് പൊടിയാണെങ്കിലും മതി. അപ്പൊ ഇത് നമ്മൾ വെള്ളം ഒഴിച്ച് അത് രണ്ടും കൂടെ മിക്സ് ആക്കി എടുത്തിരിക്കും. കുഴമ്പ് പരുവത്തിലാക്കി എടുക്കാം. അതാണ് ഇതിനകത്ത് മെയിൻ സാധനം. അതൊരു മെയിൻ സാധനമാണ്. നമ്മുടെ ഉള്ളി ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ചെറിയ സ്റ്റൗ ആയതുകൊണ്ട് നമുക്ക് നല്ല ചൂടാണ് ഇതിന്. അപ്പൊ അത് കാരണം പെട്ടെന്നായി കിട്ടും. അപ്പൊ നമുക്ക് ഇതിനകത്ത് നമ്മൾ ഉരുളക്കിഴങ്ങാണ് നമ്മൾ കറിയുടെ കാര്യം പറഞ്ഞെങ്കിലും നമ്മൾ അതിന്റെ കൂട്ടത്തിൽ കുറച്ച് പച്ചക്കറികൾ കൂടെ എടുത്തിട്ടുണ്ട്. ക്യാപ്സിക്കം, തക്കാളി, ഉരുളക്കിഴങ്ങും അതിന്റെ കൂട്ടത്തിൽ തന്നെ ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്ത് ഒരു ചെറിയൊരു പീസ് ബീറ്റ്രൂട്ട്. അത് നമ്മളിതിന്റെ കറിക്ക് ഒരു കളർ, അതാണ് മെയിൻ ആയിട്ട് ആ സാധനം എടുത്തിരിക്കുന്നത്. അപ്പൊ വലിയ പീസ് വേണ്ട, ഒരു ചെറിയ പീസ് എടുക്കുക, അതൊന്ന് ഗ്രേറ്റ് ചെയ്യുക. അപ്പൊ നമ്മുടെ ഉള്ളി റെഡി ആയിട്ട് വരുന്നുണ്ട്. അപ്പൊ ഇതൊന്ന് ഒന്നും കൂടെ ഒരു ശക്കലം കൂടെ നാകണം. അപ്പൊ ഒരു മിനിറ്റ് കൂടെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ ഉള്ളി നന്നായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് ഇതിനകത്തോട്ട് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ നമ്മുടെ ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കാം. ഇത് നമ്മളിപ്പോ ഒരു 2 വലിയ ഉരുളക്കിഴങ്ങ് എടുത്തിരിക്കുന്നത്. നമ്മുടെ ആവശ്യം അനുസരിച്ചിട്ട് എടുക്കുക. അന്നേരം കൂടുതൽ ആൾക്കാർ വീട്ടിലുണ്ടെങ്കിൽ കൂടുതൽ ക്വാണ്ടിറ്റി എടുക്കുക, അല്ലെങ്കിൽ കുറച്ച് ക്വാണ്ടിറ്റി എടുക്കുക. അതായത് നമ്മുടെ ഇപ്പം 2 വലിയ ഉരുളക്കിഴങ്ങാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ 2 തക്കാളിക്ക് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ക്യാപ്സിക്കം എല്ലാം 2 വീതമാണ് എടുത്തിരിക്കുന്നത്. ഉരുളക്കിഴങ്ങ് ഇച്ചിരി കൂടുതലാണെങ്കിലും കുഴപ്പമില്ല. ഒരു മീഡിയം വലിപ്പത്തിൽ നമ്മൾ അരിഞ്ഞെടുത്താൽ മതി. ഒത്തിരി അങ്ങ് വലിപ്പം കൂടി കഴിഞ്ഞാണല്ലോ വേകാനായിട്ട്. പിന്നെ ഒരു പ്രത്യേക കാര്യം എന്ന് വെച്ചാൽ ഈ കറിയുടെ ഒരു ടേസ്റ്റ് വരണമെന്നുണ്ടെങ്കിൽ ഇത് നമുക്കിപ്പോൾ ചീനച്ചട്ടിയിലൊന്നും ചെയ്യുന്നതിനേക്കാളും നല്ലത് ഇതുപോലത്തെ ഒരു ഫ്രൈ പാനിലോ അല്ലെങ്കിൽ ഫ്രൈ പാൻ ആയിരിക്കും ഏറ്റവും നല്ലത്. അത് ചെയ്യുമ്പോഴത്തേക്കാണ് അതിൻ്റെ ഒരു കറക്റ്റ് ഇത് കിട്ടുന്നത്. അപ്പോൾ ഇനി നമുക്ക് ക്യാപ്സിക്കം നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ ക്യാപ്സിക്കം കൂടെ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നമ്മളിപ്പോഴും മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചിരിക്കുന്നത്, തീയൊന്നും കൂട്ടിയിട്ടൊന്നുമില്ല. ഒരുപാട് ഫ്ലെയിം വേണ്ട. ഇനി നമുക്ക് തക്കാളിയും ഇട്ട് കൊടുക്കാം. ഇനി നമ്മുടെ തക്കാളി ഇളക്കിക്കും. അതിന്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ ബീട്രൂട്ട് ഇതാണ്. അപ്പോഴാണ് നമ്മുടെ കറിക്ക് ഒരു കളർ വരുന്നത്. ഇളക്കിക്കും. ഇളക്കാം. നമ്മുടെ ഉരുളക്കിഴങ്ങിന്റെ ഒക്കെ കളറ് മാറി മാറി വരുന്നുണ്ട്. നമ്മൾ ബീട്രൂട്ട് ഇട്ട് കഴിഞ്ഞാണ്ടല്ലോ ഉരുളക്കിഴങ്ങിന്റെ ആ ഒരു കളറ് ഒക്കെ മാറി നല്ല ഒരു മൊഞ്ചുള്ള കളർ. സാധാരണ നമ്മൾ ഉരുളക്കിഴങ്ങ് കറി വെക്കുമ്പോഴത്തേക്ക് മഞ്ഞപ്പൊടിയല്ലേ ഇടുന്നത്.
അപ്പോൾ ആ ഒരു മഞ്ഞ കളറിലാണ് വരുന്നത്. അത് ബീട്രൂട്ടിൻ്റെ ആ ഒരു ടേസ്റ്റ്, ചുമന്ന കളറും അതാണ് നമ്മുടെ ഈ കറിയുടെ ഒരു പ്രത്യേകത. ഇതാകുമ്പോഴത്തേക്കുണ്ടല്ലോ ഈ കളറൊക്കെ കാണുമ്പോഴത്തേക്ക് സാധാരണ ഈ എന്താ പറയുന്നത് പച്ചക്കറികളൊക്കെ കഴിക്കാൻ ഇഷ്ടപ്പെടാത്ത പിള്ളേരൊക്കെ ആണെങ്കിൽ ഈ കളർ കാണുമ്പോൾ കഴിച്ചോളൂ. ഈ ക്യാപ്സിക്കം ഒക്കെ ചിലത് ഇഷ്ടമായിരിക്കത്തില്ല. പക്ഷെ എന്താ ഈ കറിയുടെ കൂടെ വരുമ്പോൾ ക്യാപ്സിക്കം നമ്മുടെ തക്കാളിയും എല്ലാം സെറ്റായിട്ടൊക്കെ പോകും. അപ്പൊ ഇനി ഇതിന്റെ കൂട്ടത്തിൽ നമ്മൾ വെള്ളം ഒന്നും ഇപ്പോൾ ഒഴിക്കുന്നില്ല. അതിന് പകരമായിട്ട് നമ്മൾ ഈ മുളകും നമ്മുടെ വെളുത്തുള്ളിയും കൂടെ ഉണ്ടാക്കിയ ആ ഒരു മിക്സ്, അത് നമ്മൾ കുറേശ്ശെയാണ് ചേർക്കുന്നത്. ഇത് മുഴുവൻ കൂടെ നമ്മൾ ഒരുമിച്ച് ചേർക്കല്ല, കുറേശ്ശെ ചേർത്ത് അതൊന്ന് ഇതിലെല്ലാം ഒന്ന് നമ്മളിപ്പം നമ്മുടെ വെള്ളവും ഒന്നും ഒഴിക്കുന്നൊന്നുമില്ല. നമുക്കിനി ഇത് ഒന്ന് എല്ലാം ഒന്ന് മിക്സ് ചെയ്തിട്ട് ആവിയിൽ തന്നെ വേണം ഇത് നമുക്ക് വേവിച്ചെടുക്കാനായിട്ട്. ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കണം. കാര്യം ഉരുളക്കിഴങ്ങ് ഒരു അത്യാവശ്യം നമുക്ക് വെന്ത് കിട്ടാനായിട്ട് സ്വല്പ സമയം എടുക്കും. നമ്മൾ ഉപ്പും ഒന്നും ചേർത്തിട്ടില്ല. ഇപ്പം നമ്മളതൊക്കെ കുറച്ചുകൂടെ കഴിഞ്ഞിട്ടാണ് ഉപ്പൊക്കെ ചേർത്തത്. അപ്പം ഇതൊന്ന് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് വേഗുന്ന വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പം നമ്മളെല്ലാം ഇടയ്ക്ക് നല്ല മിക്സ് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്കിതൊന്നിങ്ങനെ കൂട്ടി വെച്ച് നമുക്കിതൊന്ന് വേഗുന്ന വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പം നമുക്കിതൊന്ന് തുറന്നു നോക്കാം. അപ്പം നമ്മുടെ ഉരുളക്കിഴങ്ങും കാര്യങ്ങളൊക്കെ നന്നായിട്ട് വെന്ത് റെഡിയായിട്ടുണ്ട്. ഇച്ചിരി വേവ് വേണം, എന്നാലും സെറ്റായിട്ടുണ്ട്. നമ്മൾ ഇനിയും വേണം നമ്മുടെ ഉപ്പും കാര്യങ്ങളും എല്ലാം ചേർത്ത് കൊടുക്കാനായിട്ട്. നമുക്ക് ഇനി നമ്മുടെ മറ്റേ ആദ്യം റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ മിക്സ് വീണ്ടും എല്ലായിടത്തും ഒന്ന് ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് ഒന്നും കൂടെ നമുക്ക് ഇളക്കി ഇത് ഒരുമിച്ച് മുഴുവൻ കൂടെ ഒഴിക്കരുത്. അതെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യണം. അപ്പൊ ഇനി അതിന്റെ കൂട്ടത്തിൽ തന്നെ നമ്മളൊരു പച്ചമുളക് എടുത്ത് വെച്ചിട്ടുണ്ട്. ആ പച്ചമുളക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നിൽ കൂടുതൽ പച്ചമുളക് അല്ലെങ്കിൽ വേണം കുറച്ചുകൂടെ കാശ്മീരി ചില്ലി പൊടിയോ സാധാരണ മുളക് പൊടിയോ ഒക്കെ എടുക്കാം. നമ്മളിപ്പോ ഒരു മീഡിയം ലെവലിൽ എരിക്ക് മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ. അപ്പൊ നമ്മൾ ഒരു മുളക്, ആ ഒരു പച്ചമുളക് മാത്രം നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് മതി. കാര്യം ഒരുപാട് എരിയായി കഴിഞ്ഞാണല്ലോ കുട്ടികൾക്കൊന്നും കഴിക്കാനായിട്ട് പറ്റത്തില്ല. എന്നിട്ടൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പം ഇനി നമ്മുടെ കസൂരി മേത്തി ഇനി നമുക്കിതുണ്ട് വെച്ചാൽ നമ്മുടെ കസൂരി മെത്തി. അപ്പം കസൂരി മെത്തി ഇടുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. നമ്മുടെ കയ്യിൽ ഇങ്ങനെ ഒന്ന് എടുത്തിട്ട് തിരുമ്മി വേണം ഇടാനായിട്ട്. കാര്യം ഇത് നമ്മൾ ഉണങ്ങിയിരിക്കുന്ന ഒരു സാധനമായതുകൊണ്ടല്ലോ അതിൻ്റെ ഒരു ഫ്ലേവർ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് തിരുമ്മി ഉടച്ച്. കസൂരി മേത്തി എല്ലാവർക്കും വീട്ടിലൊക്കെ കാണുമല്ലോ. നമ്മുടെ ഈ ഉലുവയുടെ ഇലയില്ലേ, ഉലുവയുടെ ഇല ഉണങ്ങിയതാണ്. ഇപ്പം എല്ലായിടത്തും നമ്മുടെ സൂപ്പർ അല്ലേ ഇപ്പം എല്ലാ കടകളിലും കിട്ടും. അത് കിട്ടിയില്ലെങ്കിൽ നമ്മുടെ ഉലുവ ഇച്ചിരി എടുത്ത് മുളപ്പിച്ചാൽ മതി. എളുപ്പമുള്ള പരിപാടിയാണ്. നമ്മുടെ വീട്ടിൽ ഉലുവയൊക്കെ മുളപ്പിച്ച് ഉലുവയും കടുകും ഒന്ന് മുളപ്പിച്ചൊക്കെ എടുത്ത് കഴിഞ്ഞാൽ അതൊക്കെ നമ്മുടെ കറികളിൽ ചേർത്ത് കൊടുത്താണ് ഈ ഇത് ചേർത്ത് കഴിയുമ്പോൾ നല്ല ടേസ്റ്റ്. ഈ കടുകിൻ്റെ ഇല പിന്നെ നമ്മുടെ വേറെ സാധനം ഉണ്ടാകുന്നുണ്ട് മല്ലിയിലല്ല, നമ്മളെ ഈ ഇതുണ്ടല്ലോ വെളുത്തുള്ളി കിളിപ്പിച്ചെടുത്തിട്ടുണ്ടല്ലോ അതിൻ്റെ ഇല കറികൾ ചേർക്കും. അപ്പൊ നല്ല ടേസ്റ്റാണ്. വേറൊരു ടേസ്റ്റ് ആണ് അതുണ്ടല്ലോ ചേർത്ത് കഴിഞ്ഞാൽ ഭയങ്കര ഒരു നല്ലൊരു ഫ്ലേവറൊക്കെ കിട്ടും വെളുത്തുള്ളി തന്നാൽ. അത് നമുക്കിവിടെ ഈ വൈകുന്നേരം നമ്മൾ മാർക്കറ്റിലൊക്കെ പോകുമ്പോഴത്തേക്ക് ഇങ്ങനെ സൈഡിലൊക്കെ വെച്ചിട്ടിരിക്കും, റോഡ് സൈഡിലൊക്കെ. പിന്നെ പയർ മുളപ്പിച്ചത്, എന്തൊക്കെ സാധനമാണ് മുളപ്പിച്ച ഒരുപാട് സാധനങ്ങൾ മുളപ്പിച്ച സാധനങ്ങൾ. പയറ് തന്നെ പല വെറൈറ്റിയിലുള്ള പയറുകളൊക്കെ മുളപ്പിച്ചിങ്ങനെ നമ്മൾ കടലയൊക്കെ മുളപ്പിച്ച് നമ്മൾ ആദ്യമായിട്ട് കാണുന്നത്. അപ്പൊ ഇനി മഞ്ഞൾപ്പൊടിയും ഒത്തിരി സാധനം നമ്മുടെ ഇവിടെ കിട്ടും കേട്ടോ. പിന്നെ നമുക്ക് ഒരു നുണ്ട് നമ്മുടെ മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂൺ താഴെ മാത്രമേ നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുള്ളൂ. ഇത് നമുക്ക് നമ്മുടെ ഗരം മസാല
ഇത് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ ഗരം മസാലയാണ്. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. മല്ലിപ്പൊടി കൊടുക്കുക. ഇപ്പം എരി കൂടുതൽ ആവശ്യമുള്ളവരാണെങ്കിൽ കുറച്ചും കൂടെ എരി ഇടുക, ഇല്ലെങ്കിൽ ഇതിൻ്റെ ആവശ്യം. മല്ലിപ്പൊടി കൂടി ചേർക്കുന്നുണ്ട്. അപ്പം ഇതിന്റെ കൃത്യമായ കണക്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പൊ ഇനി ആ ഉപ്പും കൂടി ഇട്ടേരേട്ടാ. അപ്പൊ എല്ലാം റെഡിയാവും. നമ്മൾ ഇതുവരെ ഉപ്പ് ചേർത്തിട്ടില്ല. അപ്പൊ പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർക്കുക. ഇതുവരെ നമ്മൾ വെള്ളം ഒന്നും ഒഴിച്ചിട്ടില്ല. നമ്മൾ ആവി തന്നെ എല്ലാം ഇത്രയും നേരം നമ്മൾ വേവിച്ചെടുത്തത്. അപ്പൊ ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. അപ്പൊ വീണ്ടും ഒന്നുകൂടെ ഒന്ന് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കുക. അപ്പൊ നമ്മുടെ ഈ കുറച്ചുകൂടെ നമ്മുടെ ടേസ്റ്റ് അവസാനം ഒന്നുകൂടെ ചേർത്ത് കൊടുത്തിട്ട് വേണം ഇളക്കി നമുക്കൊന്ന് അടച്ചു വെക്കാനായിട്ട്. എന്നാലും നമ്മുടെ ആ ഒരു കറിയുടെ ഒരു കറക്റ്റ് കളറും എരിയും മണവും എല്ലാം വരുന്നത്. ഇത് നമ്മൾ കാശ്മീരി മുളക് ആകെ 1 ടേബിൾ സ്പൂണാണ് എടുത്തിരിക്കുന്നത്. അത് നമ്മൾ വെള്ളത്തിൽ ചാലിച്ചത് കൊണ്ടാണ് ഇത്രയും പ്രാവശ്യമായിട്ട് നമ്മൾ ചേർത്തിരിക്കുന്നത്. അതിൽ കൂടുതൽ നമ്മൾ എരി ഇതിനകത്ത് ചേർത്തിട്ടില്ല. ബീട്രൂട്ടിന്റെ കളറും കൂടെ വന്നത് കൊണ്ടാണ് ഇത്രയും ഒരു റെഡ് കളറ് വന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് വീണ്ടും ഒന്നുകൂടെ അടച്ചു വെക്കാം. എന്നിട്ട് വേണം നമുക്കിനി ചൂടുവെള്ളമൊക്കെ ചേർത്തെടുക്കാനായിട്ട്. അപ്പൊ നമ്മുടെ സംഭവം ഒന്ന് നമുക്ക് അടിപൊളിയായിട്ടുണ്ട്. എല്ലാം നമ്മുടെ സാധന സാമഗ്രികളെല്ലാം വെന്ത് നിന്ന് റെഡി ആയിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് ഇതിൻ്റെ അകത്ത് ഒഴിക്കുമ്പോഴല്ലോ ചൂട് വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കണേ. നമ്മൾ ഇത്ര നേരം വെള്ളം ഒന്നും ഒഴിച്ചില്ല, നമ്മൾ ആവി തന്നെയാണ് ചെയ്ത്. ഒന്ന് ഇളക്കിക്കേ. ഇത് നമ്മൾ വെന്ത് ഉടച്ചെടുക്കുന്നൊന്നുമില്ല. ഇതിന്റെ കഷ്ണങ്ങളെല്ലാം ആ ഷേപ്പിൽ തന്നെ ഇരിക്കുക. ഇതാ ഒരു നമ്മൾ സാധാരണ ഉരുളക്കിഴങ്ങ് വെന്ത് ഉടച്ചങ്ങ് എടുക്കത്തില്ല, പക്ഷെ ഇത് നമ്മൾ വെന്ത് ഉടച്ചെടുക്കുന്നില്ല. അപ്പൊ ഈ ഒഴിക്കുമ്പോൾ ഉണ്ടല്ലോ പച്ചവെള്ളം ഒഴിക്കരുത്, ചൂടുവെള്ളം തന്നെ യോജിപ്പിക്കുക. നമ്മുടെ ഈ തവ ഏതായാലും അടിപൊളി സാധനം. ഒരു സൈഡിലോട്ട് അത് ഗ്യാസും പെട്ടെന്നൊക്കെ തീർന്നു പോയി. അപ്പം അത് നമുക്ക് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ 1-2 ദിവസം എടുക്കും കിട്ടാനായിട്ട്. നമ്മള് സ്റ്റാൻഡ് ബൈ ആയിട്ട് നമ്മളുണ്ടല്ലോ ചെറിയൊരു സാധനം നമ്മളെപ്പോഴും കരുതും. നമുക്ക് വെളിയിൽ അല്ലെങ്കിൽ അടുപ്പൊക്കെ കൂട്ടാനായിട്ടുള്ള സാഹചര്യം ഇല്ലല്ലോ. അപ്പൊ അത് കാരണം ഇപ്പൊ നമ്മളുണ്ട് ഈ വീഡിയോ എടുക്കുന്ന ഇവിടെ വെച്ചാൽ മതിയോ, റൂമിൽ വെച്ചാൽ നമ്മൾ അടുക്കളയിലുണ്ടല്ലോ. ഈ സമയത്ത് ഭയങ്കര ചൂടാണ്. ഇപ്പൊ ഇവിടെ നാട്ടിൽ നല്ല മഴയുണ്ടോ അല്ലേ? ഇതെന്താ സംബന്ധിച്ച ബിൽഡിംഗ് അല്ലേ, അപ്പൊ ഈ കാറ്റ് കയറി ഇറങ്ങാനും ഉണ്ടല്ലോ. നമുക്ക് ഈ ചിമ്മിനി അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ ജനല് തുറന്നിട്ടാൽ മാത്രമേ നമ്മുടെ ചൂടൊക്കെ വെളിയിൽ പോകുള്ളൂ. പക്ഷേ ഈ രാത്രി സന്ധ്യ കഴിഞ്ഞാൽ നമുക്ക് ജനല് തുറന്നിട്ടാലും പറ്റത്തില്ല. ഭയങ്കര കൊതുകിന്റെ ശല്യം അങ്ങനത്തെ ചില നാട്ടിലെ പോലെ സന്ധ്യ പകരുമെന്നുള്ള വേർതിരിവുള്ള കൊതുകൊന്നും അല്ല. ഏത് നേരത്തെ കൊതുക് ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പൊ അത് കാരണം നമുക്ക് ജനല് തുറന്നിട്ട് നമുക്ക് ചെയ്യാനും പറ്റില്ല. അതുകൊണ്ട് നമ്മളിപ്പം എന്തായാലും നമ്മുടെ കറിയൊക്കെ അത്യാവശ്യം റെഡി ആയിട്ടുണ്ട്. നമ്മൾ മിക്കപ്പോഴും ഇങ്ങനെയൊക്കെ തന്നെയാണ്. നമ്മൾ ഒന്നെങ്കിൽ റൂമിൽ വെച്ച് ചെയ്യും, അല്ലെങ്കിൽ അടുക്കള വെച്ച് ചെയ്യും. ഇത്രയൊക്കെ ഉള്ള പരിപാടി. അപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. കുറച്ച് വെള്ളം വേണ്ടല്ലോ, ഒരു സ്വല്പം വെള്ളം ഒഴിക്കാം. എന്നിട്ട് നമുക്കൊന്ന് ഉപ്പുണ്ടോ എന്ന് നോക്കാം. നമ്മളിപ്പോൾ 1 കപ്പ് വെള്ളമാണ് നമ്മൾ ഇപ്പം ഉരുളക്കിഴങ്ങ് വെന്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് ഈ ഒരു വെള്ളത്തിൽ കൂടെ ഒന്നും കൂടെ ഒന്ന് ആകുമ്പോഴത്തേക്കിന് അത് നല്ല കറക്റ്റ് പരുവാകും. അപ്പം ഇനി നമുക്ക് ഉപ്പും കൂടെ ഒന്ന് നോക്കണം. അപ്പൊ ഇതിന്റെ കൂടെ നമുക്ക് പൂരിയോ ചപ്പാത്തിയോ പൊറോട്ട നമുക്ക് എന്ത് സാധനം വേണമെങ്കിലും ചോറും ഇതിന്റെ കൂടെ പറ്റും. കാര്യം അതുപോലത്തെ ഒരു ടേസ്റ്റ് ആണ് സാധനം. അത്യാവശ്യം ഉപ്പും പുളിയും എല്ലാം ഉള്ള, നമ്മുടെ മലയാളികൾ ഇഷ്ടപ്പെടുന്ന ഉപ്പും പുളി എരിവൊക്കെ ഉള്ള കറികളാണ് നമ്മൾ ഇഷ്ടപ്പെടുന്നത്. ഉപ്പ് നോക്കിയിട്ട് നമുക്ക് അടച്ചു വെക്കാം.
ഗ്രേവിക്ക് ഉപ്പുണ്ടെന്ന് നോക്കിയാൽ അറിയാൻ പറ്റും. സ്വല്പം ഉപ്പ് ഇടണം. നമുക്കൊരു ശകലം ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് ഒരു പ്രാവശ്യം കൂടെ ഒന്ന് അടച്ച് വെച്ചിട്ടൊന്ന് ആവി കയറ്റി എടുക്കുക. അതോടെ നമ്മുടെ പരിപാടി കഴിഞ്ഞു. അതിനുശേഷം നമുക്ക് ചപ്പാത്തിയോ പൂരി എന്തോ വേണോ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. നമ്മൾ ഈ ചേർത്തിരിക്കുന്ന മസാലകളൊക്കെ നമ്മുടെ സാധാരണ എല്ലാ മസാലകളാണ്. പക്ഷെങ്കിൽ ഇതിന്റെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ആ ചേർത്തിരിക്കുന്ന രീതികൾക്ക് മാത്രമേ വ്യത്യാസമുള്ളൂ. പിന്നെ നമുക്കുണ്ടല്ലോ നമ്മുടെ ഗ്രീൻ പീസ് ഉണ്ടല്ലോ, ഗ്രീൻ പീസ് കുതിർത്ത് അല്ലെങ്കിൽ പച്ച ഗ്രീൻ പീസ് കിട്ടുമെങ്കിൽ അതും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ ഉണ്ടല്ലോ കുറച്ചുകൂടെ ഗ്രീൻ പീസ്. പിന്നെ മറ്റേ ഇതില്ലേ പനീറൊക്കെ വേണമെങ്കിലും ചേർക്കാം. അതൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും സാധനത്തിന്. പനീറൊക്കെ മേടിക്കുമ്പോൾ ഇതുപോലെ ഒന്ന് കറി വെച്ചിട്ട് അപ്പൊ നമുക്ക് ഇതൊന്നുകൂടെ ഒന്ന് അടച്ചു വെക്കാം. ചെറിയ തീയിൽ കേട്ടോ, ഒരുപാട് തീയാകരുത്. ചെറിയ തീയിലൊന്ന് അടച്ചു വെച്ച് ഒന്നും കൂടെ ഒന്ന് ആവി കയറ്റി എടുക്കാം. നമുക്ക് കറി റെഡി ആയിട്ടുണ്ട്. നമുക്കിനി തുറന്ന് നോക്കാം. അതാണ് തിളച്ച് റെഡി ആയിരിക്കുന്നത്. നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പൊ നമ്മുടെ എല്ലാ ചേർത്തിരിക്കുന്ന ഉരുളക്കിഴങ്ങൊക്കെ നന്നായിട്ട് അത്യാവശ്യം ഗ്രേവി കാര്യങ്ങളെല്ലാം നമുക്ക് റെഡിയായിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്തോട്ട് എന്താണെന്ന് ചെയ്യുന്നത് മല്ലിയിലയാണ്. മല്ലിയില അത് നമ്മൾ ഇങ്ങനെ അങ്ങോട്ട് ഏറ്റവും അവസാനം വേണം നമുക്ക് മല്ലിയില. അങ്ങനെ ആ മല്ലിയിലയുടെ ഫ്ലേവറാണ് കിട്ടുന്നത്. ഓക്കെ, നമ്മുടെ പൂരിയായിട്ട് ഇന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. എടുത്തോ. സംഭവം കിടക്കുക കേട്ടോ, അടിപൊളി ടേസ്റ്റ്. നമ്മൾ പറഞ്ഞ അടിപൊളിയാന്ന് പറയുന്നില്ല, കാര്യം ഇതുപോലെ ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ ടേസ്റ്റ് എന്താണെന്നുള്ളത് ഒന്ന് നമ്മുടെ കമൻറ്റ് ചെയ്യുക. കാര്യം കമൻറ്റ് ചെയ്താലേ നമുക്കുള്ളൂ ആ ഒരു എന്താ പറയുക പുതിയ പുതിയ സാധനങ്ങൾ ചെയ്യാനായിട്ട് നമുക്കൊരു എനർജിയും കാര്യങ്ങളൊക്കെ വരത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഒന്ന് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നമ്മുടെ വീടുകളിലുള്ള സാധനങ്ങൾ തന്നെ, വേറെ വലിയ സംഭവങ്ങളൊന്നും ഇതിൻ്റെ അതില്ല. പക്ഷേ ടേസ്റ്റ് വളരെ നല്ലൊരു അടിപൊളി ടേസ്റ്റാണ്. നമ്മുടെ പിള്ളേർക്ക് കാര്യങ്ങൾക്ക് എല്ലാം ഇഷ്ടപ്പെടുന്നത്, പിള്ളേർക്ക് മാത്രമല്ല എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ടേസ്റ്റാണ്. അധികം എരിവുമില്ല, ഒരു സംഭവമില്ലാത്ത നല്ല അടിപൊളി ഒരു കറി. പൂരി, ചപ്പാത്തി, ചോറിൻ്റെ കൂടെ കഴിക്കാം, അപ്പം എന്തിൻ്റെ കൂടെ വേണമെങ്കിൽ കഴിക്കാം. നല്ലൊരു കോമ്പിനേഷൻ. അതെ, അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ കൂടാതെ നമ്മുടെ ചാനലൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക, ഒന്ന് കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ സബ്സ്ക്രൈബും ഒക്കെ ചെയ്ത് എല്ലാം ഒന്ന് റെഡിയാക്കി നിർത്തിക്കും. അപ്പോൾ നമുക്ക് അടുത്തൊരു വ്യത്യസ്തമായൊരു വിഭവമായിട്ട് നമുക്ക് നാളെ കാണാം. എല്ലാവർക്കും ബൈ ബൈ. Cause I don't give a fuck what you say. Yeah, I'ma do shit my way. So you can go kick rocks, I'ma stack bricks up, build what I want to make. Yo, I got a lot of shit to say, so I'ma do this every day. I'll be writing things until I'm fucking buried in my grave.